അപ്പോൾ നമ്മുടെ ഫോർമൽ ലെറ്റേഴ്സിൽ വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ലെറ്റർ ടു എഡിറ്റർ. അപ്പോൾ ഒരു എഡിറ്റർക്ക് നമ്മൾ ലെറ്റർ അയക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു അതൊരു ഫോർമൽ ലെറ്റർ ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ ലെറ്റർ ടു എഡിറ്ററിൽ ആദ്യം എന്തായിരിക്കും? ലാംഗ്വേജ് വളരെ ഫോർമൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ഫോർമൽ ലാംഗ്വേജിൽ വേണം നമ്മുടെ എഡിറ്ററിനെ അഡ്രസ്സ് ചെയ്യാൻ. ബാക്കി റൈറ്റിംഗ് ഫോമാറ്റ് നമ്മുടെ ഫോർമൽ ലെറ്ററിൻ്റെ ഫോമാറ്റ് തന്നെ വരും. സെൻഡറിൻ്റെ അഡ്രസ്, ഡേറ്റ്, റിസീവറിൻ്റെ അഡ്രസ്, സാലുട്ടേഷൻ, സബ്ജക്റ്റ്, ബോഡി. ബോഡിയിൽ എന്തൊക്കെ വരും? ബോഡിയിൽ നമ്മുടെ ഇൻട്രൊഡക്ഷൻ വരും, അതേപോലെ നമ്മുടെ മെയിൻ ബോഡി വരും, ആൻഡ് നമ്മുടെ കൺക്ലൂഷൻ വരും. ഓക്കെ, സോ നമുക്കൊരു ലെറ്റർ നോക്കാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനൊരു ബോക്സിൽ ഇടാൻ ശ്രമിക്കാം. ഓക്കെ, അത് നിർബന്ധമാണോ എന്ന് ചോദിച്ചാലല്ല, ബട്ട് ഇറ്റ് വുഡ് ലുക്ക് ബെറ്റർ. സോ നമ്മൾ ഇതിനെ ഒരു ബോക്സിലിട്ടു. യെസ്, ആൻഡ് ABC കോഴിക്കോട്. ABC കോഴിക്കോട് എന്താണ്? നമ്മുടെ സെൻറ്ററിൻ്റെ അഡ്രസ്സ് ആണ് അല്ലേ. അപ്പം നമ്മളിത് സെൻറ്ററിൻ്റെ അഡ്രസ്സിൽ കൊടുത്തു. ഇനി നമ്മൾ ഡേറ്റ് പറ്റുന്നിടത്തോളം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ഫോമാറ്റിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ ഡേറ്റ് കൊടുത്തു. ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആരാണ് നമ്മുടെ ഈ ഒരു ലെറ്റർ റിസീവ് ചെയ്യുന്നത്? എഡിറ്റർ ആണല്ലേ. ഒരു പർട്ടിക്കുലർ ന്യൂസ് പേപ്പറിൽ എഡിറ്റർ ആയിരിക്കും. അപ്പോൾ എഡിറ്റർ കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എഡിറ്റർ ഏതാണ് ന്യൂസ് പേപ്പർ? ദ ഹിന്ദു ന്യൂസ് പേപ്പർ. ഞാൻ അതാണ് കൊടുത്തത്. നിങ്ങൾക്ക് ഏത് ന്യൂസ് പേപ്പർ ആച്ചാൽ കൊടുക്കാം. ഫോളോഡ് ബൈ എവിടെയാണ് അത് പബ്ലിഷ് ചെയ്യുന്നത് ആ ഒരു സ്ഥലവും കൊടുക്കാം. ദെൻ സാല്യൂട്ടേഷൻ. ഓക്കെ, സർ എന്ന് കൊടുത്താൽ മതി. ഇപ്പോൾ റെസ്പെക്റ്റഡ് ഡിയർ ഒന്നും വേണ്ട, സർ എന്ന് കൊടുത്താൽ മതി. ഫോളോഡ് ബൈ സബ്ജക്റ്റ്. എന്താണ് നമ്മുടെ സബ്ജക്റ്റ്? അബ്യൂസ് ഓഫ് ദി എൽഡർലി. അപ്പോൾ നിങ്ങൾ സബ്ജക്റ്റ് കൊടുക്കുമ്പോൾ കുറച്ചൊന്ന് ബോൾഡ് ചെയ്തിട്ടോ അണ്ടർലൈൻ ചെയ്തിട്ടോ കൊടുക്കാൻ ശ്രമിക്കാം. Okay, I am writing to express my deep concern over the harsh treatment of the very old man with enormous wings who was recently discovered in our neighborhood. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഒരു ലെറ്റർ ടു എഡിറ്റർ ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? എന്തിനാണ് നിങ്ങൾ ആ ലെറ്റർ എഴുതുന്നത് അല്ലേ? എന്തിനാണ് ഈ ഒരു എഡിറ്റർക്ക് ഈ ഒരു ലെറ്റർ എഴുതുന്നത് എന്നുള്ളതിനെ ഡീറ്റെയിൽ ചെയ്തിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് നമ്മുടെ ലെറ്റർ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫ് തന്നെ എന്താണ്? വൈ ദിസ് ലെറ്റർ ഇസ് ബീങ് റിട്ടൺ. അത് നിങ്ങൾ കൊടുക്കാം. ഫോളോഡ് ബൈ the mysterious elderly man locked up in a chicken coop and subjected to ridicule and harassment. He is being exploited for financial gain. This is a shameful reflection on the character of our society. Our lack of compassion and respect for the dignity of others is deplorable. അപ്പോൾ നിങ്ങൾ ആലോചിക്കാൻ നെക്സ്റ്റ് ഒരു പാരഗ്രാഫ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. നിങ്ങൾ പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ലെറ്റർ എഴുതിയതെന്ന്. അത് കഴിഞ്ഞിട്ട് വരുന്ന പാരഗ്രാഫ് എന്താണ്? നിങ്ങളിപ്പോൾ ഒരു ഡ്രഗ് കേസിനെ പറ്റിയിട്ട്, ഒരു ഡ്രഗ്സിനെ പറ്റിയിട്ടാണ് നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് അബ്യൂസ് ആണ്. അപ്പോൾ ആ ഒരു സാഹചര്യം എന്താണ്? വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദർ എന്നുള്ളതാണ് നിങ്ങൾ നെക്സ്റ്റ് പാരഗ്രാഫിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ഡ്രഗ്സ്, നിങ്ങളുടെ ഏരിയയിൽ ഡ്രഗ്സ് വിൽക്കുന്നുണ്ട്. അപ്പം ആ ഡ്രഗ്സ് കൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായത് അവിടെ ഡ്രഗ്സ് വിൽക്കപ്പെടുന്നുണ്ട്? ആ ഡീറ്റെയിൽസ് ആണ് ലെറ്റർ ടു എഡിറ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ടുള്ള പാരഗ്രാഫിൽ നിങ്ങൾ കൊടുക്കേണ്ടത്. As a community, we should be ashamed of our action. We claim to be caring and compassionate, but our treatment of this vulnerable individual tells a different story. May I request you to cover this story in the pages of your esteemed newspaper. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് അതിൽ ഇൻവോൾവ്ഡ് ആയത് എന്നുള്ളതും, പിന്നെ നിങ്ങൾ ഈ എഡിറ്റർക്ക് എന്തിനാണ് ഈ കത്ത് എഴുതിയത്? ഇത് അയാളുടെ ന്യൂസ് പേപ്പറിൽ കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ? അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മെൻഷൻ ചെയ്യണം. അതായത് സർ എന്ത് ചെയ്യണം? ഇത് സാറിൻ്റെ എസ്റ്റീംഡ് ന്യൂസ് പേപ്പർ അല്ലേ, സാറിൻ്റെ അത്രയും റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു ന്യൂസ് പേപ്പറിൽ ഈ ഒരു കോലം ഇടണം. Okay, this would impel the leaders of the community to ensure the old man's safety and well-being. അപ്പോൾ സാർ ഇത് സാറിൻ്റെ ന്യൂസ് പേപ്പറിൽ കൊടുത്തു കഴിഞ്ഞാൽ അതോറിറ്റീസിൻ്റെ അറ്റൻഷൻ ഇത് ഗ്രാബ് ചെയ്യും. ഓക്കെ, അതോറിറ്റീസിന് മനസ്സിലാവും ഇവിടെ പ്രശ്നം ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതോറിറ്റീസ് എന്ത് ചെയ്യും? ഇതിനൊരു ആക്ഷൻ എടുക്കും. We must provide him with care and respect he deserves. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് ലൈൻ അല്ല. You can always say thank you after this since you have asked for something അല്ലേ. നിങ്ങളൊരു റിക്വസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു താങ്ക് യു പറയുക, സിൻസിയർലി പറയുക, ആൻഡ് സൈൻ ഓഫ് ചെയ്യുക. ഓക്കെ, അപ്പോൾ യു സേ താങ്ക് യു. ഇവിടെ സ്പേസ് ഉണ്ട്, ഇവിടെ തന്നെ പറഞ്ഞാൽ മതി. ഞാൻ അവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ ഇടുന്നത്. നിങ്ങളുടെ കാര്യം പറയാ, അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്യുക അദ്ദേഹത്തിൻ്റെ ന്യൂസ് പേപ്പറിൽ കൊടുക്കാൻ. സേ താങ്ക് യു, ദെൻ ആ കോംപ്ലിമെൻ്ററി ക്ലോസ് അല്ലേ, എന്താണ്? സിൻസിയർലി അല്ലെങ്കിൽ ട്രൂലി പറഞ്ഞതിന് ശേഷം സൈൻ ഓഫ് ചെയ്യാം. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. അപ്പോൾ അഗൈൻ ഇൻഫോർമൽ ലെറ്ററിൻ്റെ ഒരു പാറ്റേൺ മനസ്സിൽ വിചാരിക്കുക. സെൻഡറിൻ്റെ അഡ്രസ്,
സ്പേസ് വിടുക, ഡേറ്റ്, സ്പേസ് വിടുക, റിസീവറിൻ്റെ അഡ്രസ്. അത് ഒരു ലെറ്റർ ടു എഡിറ്റർ ആകുമ്പോൾ എഡിറ്റർ ആയിരിക്കും റിസീവറിൻ്റെ അഡ്രസ്സിൽ വരിക. സർ, വിച്ച് ഇസ് സാല്യൂട്ടേഷൻ ഫോളോഡ് ബൈ സബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ലെറ്റർ ടു എഡിറ്റർ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക്സ് എ ലോട്ട് ആൻഡ് ബൈ.